ഹായ് ഓൾ, എല്ലാവർക്കും വാട്സാപ്പിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമും അതിലെ കുറച്ച് ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ ഹൗസ്. ഇവിടെ നമ്മൾ ഹമാമ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് ഗ്രീൻ ഹൗസിൽ ഇതിപ്പം വെള്ളം ഒഴിക്കുകയാണ്. ഞങ്ങൾക്ക് അവധി ദിവസമാണ്, പക്ഷേ വെള്ളവും കാര്യങ്ങളും ഹമാമയിൽ ഉള്ളവർ ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. കറക്റ്റ് സമയത്ത് അതാത് സമയത്ത് വന്ന് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അതും ഓരോ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ വലിച്ചു വാരിയൊന്നും വെള്ളം ഒഴിക്കത്തില്ല, അല്ലെങ്കിൽ ചുമ്മാ ഓൺ ചെയ്തിട്ടിട്ട്. ഇവിടെ എല്ലാം മെഷീനാണ് കേട്ടോ. ഒന്ന് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്യും. പക്ഷേ അതൊരു ലിമിറ്റുണ്ട്, അതിനൊരു പരിധിയിൽ കൂടുതൽ അവർ വെള്ളം ഒഴിക്കുകയില്ല. ഇവിടെ എല്ലാ അളവും കാര്യങ്ങളും എല്ലാം ഈ ബോർഡിൽ ഇവിടെ എഴുതി വെച്ചിരിക്കും. അങ്ങനെയാണ് ഇത് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ഇവർ ആവശ്യമില്ലാതെ കുറേ വെള്ളം വലിച്ചു വാരി ഒഴിക്കുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഈ ഷീറ്റ് പൊക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി ചൂടുള്ള സമയമാണ്. ചൂടുള്ള സമയത്ത് ഈ വെള്ള ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ടും ഇവർ ഓരോ സമയത്തും, അതായത് സമ്മർ സീസണിലും വിൻ്റർ സീസണിലും ഇവർ ഈ ക്ലോത്ത് മാറും. സമ്മർ സീസണിൽ കൂടുതലും ബ്ലാക്ക് നെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് നെറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൂര്യപ്രകാശം ഉണ്ടല്ലോ, അതിന് ഇത് വന്ന് ഈ ചെടികളൊന്നും നശിച്ചു പോകാതിരിക്കാനായിട്ട് ഇവർ സൂര്യപ്രകാശം വലിച്ചെടുക്കുന്നതിനായിട്ട്, അതിൻ്റെ ആ ചൂട് വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവർ ബ്ലാക്ക് നെറ്റ് ഉപയോഗിക്കും. അപ്പം ആ ഒരു കൂളിങ് നമ്മുടെ ചെടികൾക്കും കാര്യങ്ങൾക്കൊക്കെ കിട്ടും. അങ്ങനെയുള്ള ഇതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും നേരെ ഇച്ചിരി ചെടികൾക്ക് ചൂടും കാര്യങ്ങളും, അതായത് ഈ പ്രകാശം ഒരേ രീതിയിൽ കിട്ടാനായിട്ട് ഇവർ വൈറ്റ് ക്ലോത്തും യൂസ് ചെയ്യും. അപ്പോൾ ഈ കാണുന്നത് സെലറി എന്ന് പറഞ്ഞിട്ട് സാധനമാണ് കേട്ടോ. ഇത് ശരിക്കും മല്ലിയില പോലെ ഇരിക്കും, പക്ഷേ എന്നാൽ മല്ലിയിലയല്ല. ഇത് എന്താ പറയുന്നത്, ഒരു പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇവിടെ കൂടുതലും സലാഡും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് നീളമുള്ള നാരുള്ള തണ്ടുകളാണ് ഇലകളായിട്ട് ചുരുങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇത് സെലറി, ഇതിൻ്റെ വിത്തെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു മുള്ളങ്കി പോലെയൊക്കെ തോന്നും. അത് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സെലറി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഈ വിത്തിട്ട് ഇത്ര ദിവസങ്ങൾ കാര്യങ്ങൾ, ചിലത് വളരാനായിട്ട് എത്ര സമയം എടുക്കും, അത് ഓരോ ഡേറ്റും കാര്യങ്ങളും ഇവരെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് എഴുതി വെക്കും. അതാണ് അതിൻ്റെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പം വിത്തിട്ടിട്ട് ഇട്ടേക്കുന്നതാണ്. ഇത് സെലറി തന്നെയാണ്. ഇത് ഇങ്ങനെ വിത്തിട്ട് വെച്ചേക്കുന്നതിൻ്റെ ഇങ്ങനെ ഓരോ ടേബിളായിട്ട്, അത് ഓരോന്നിനും ഓരോ വാട്ടറും വെള്ളം ഒഴിക്കുന്നതും എല്ലാം വ്യത്യസ്തമായിട്ടായിരിക്കും. പിന്നെ ഇതേ നമ്മൾ ഇത് കണ്ടോ, തായ്ലൻഡുകാർ ചെറിയ അവരുടെ ചെറിയ കൃഷികളാണ് കേട്ടോ. അത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മുടെ പാവലാണ്. നമുക്ക് ഇഷ്ടംപോലെ പാവയ്ക്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ പാവയ്ക്ക ഇല്ല. ഇതിപ്പം പക്ഷേ ഇവർ എടുത്ത് കളയണം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ളവർ ഇതിനകത്ത് കമ്പാർട്ട്മെൻറ്റിനകത്താണല്ലോ ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അതായത് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റത്തില്ല, ചെറിയൊരിത്. പക്ഷേ അന്നേരം അത് കൊള്ളില്ല അങ്ങനെ, അതായത് ചെടികൾക്ക് വേറെ രോഗങ്ങൾ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇപ്പം നമ്മളോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ഇന്ന് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഇവിടെ യുദ്ധസമയത്ത്, അതായത് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഇവിടെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം. അപ്പം അന്നേരത്തെ കാലത്ത് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹമാമകളാണിതൊക്കെ. അതായത് അന്ന് കൃഷി ചെയ്തിരുന്ന ഹമാമകളാണ്. ആ ഹമാമയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിപ്പം ഉപയോഗിക്കുന്നില്ല, കാരണം യുദ്ധത്തിൻ്റെ സമയത്ത് ബോംബിൻ്റെ ഷെൽസ് വീണും മറ്റുമൊക്കെ അത് ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല രസമില്ലേ കാണുന്നത്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് പൂക്കളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ ഓരോ ഹമാമകളും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടിത്തക്കാളി കണ്ടിരുന്നു കേട്ടോ. ഞാനത് ക്ലിയറായിട്ട് കാണിക്കാൻ മറന്നുപോയി. ഇതേ നമ്മുടെ കുട്ടിത്തക്കാളി. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുള്ള സാധനമാണ് കുട്ടിത്തക്കാളി. അപ്പോൾ ഞാൻ ഷിൻഡോയോട് പറയുകയാണ് അത് കഴിക്കാനൊക്കെ കൊള്ളാം, അടിപൊളിയാണ് എന്ന് പറയാം. ഷിൻഡോ അങ്ങനെ കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഓരോ ഹമാമ ഇങ്ങനെ തപ്പി പോയപ്പം ഇത് ഒരു ഹമാമയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്കും കണ്ടോ, ഇതാണ് ഒരു ചൈനീസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ലൈസിയം ചിനൻസ് എന്നാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാന്തരം കാന്താരിമുളക് പോലെ ഇരിക്കും കേട്ടോ. അതായത് ഇതിനകത്ത് ഗോജിബെറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനെ ചൈനീസ് ഡെസേർട്ട് മുള്ള് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ കയറി നോക്കി കേട്ടോ. കയറി നോക്കിയപ്പോൾ ഇതുണ്ടോ ജാപ്പനീസ് പെർസിമൻ. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വിലയാണ് ആ സാധനത്തിന്. ഷോപ്പിൽ പോയാലും 15 ഷെക്കൽ ആണ് അതിൻ്റെ മെയിനായിട്ട്. അതിൽ ചിലപ്പോൾ അതിലും കൂടുതലാവും, ഇതിലും വലിപ്പം വെക്കും കേട്ടോ. ഇതിപ്പോൾ വളമൊന്നും കൊടുക്കാണ്ട് ഒക്കെ കിടന്ന സംഭവമല്ലേ. അതായത്
ഉപേക്ഷിച്ചിട്ടിട്ട് പോയ സാധനമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും ഗ്രോ ഉള്ളത്. നല്ല ടേസ്റ്റാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിനകത്ത് സീഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ലോംകൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏകദേശം സിമിലറായിട്ട് തോന്നുന്നത് നമ്മുടെ ലിച്ചിപ്പഴം കഴിക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ അല്ലെങ്കിൽ ഏകദേശം റംബൂട്ടാനോടൊക്കെ ഒരു സാദൃശ്യമുള്ള ഒരു ഇതാണ് ഈ പഴം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൂടുതലും ഈ ഉണക്കിയും ടിന്നിലടച്ചൊക്കെ ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റാണ്, നല്ല അത്യാവശ്യം മധുരമുണ്ട്, നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മൾ ആ ഹമാമയുടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമ്മൾ കണ്ട സാധനമാണ് ഈ ലൈസിയം ചിനൻസ് എന്ന് പറഞ്ഞ ഇത്. അപ്പോൾ ഞാൻ ഗൂഗിൾ എടുത്ത് നോക്കി ഇത് എന്താ കഴിക്കാൻ പറ്റുന്നതാണോ അങ്ങനെയാണെന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ അന്നെങ്കിൽ ഇതൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ വന്നിരുന്ന് ഒരെണ്ണം പറിച്ച് നോക്കിയതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ, വായി വെക്കാൻ കൊള്ളുകയില്ല. എന്തോ ഒരു ടേസ്റ്റ്, എന്താണെന്നത് എനിക്ക് എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തു പറയാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. പിന്നെ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊരു നമ്മുടെ ആരോഗ്യങ്ങൾക്ക് എന്താ പറയുക, ഒരു ഹെൽത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ലൈസിയം ചിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ചൈനീസ് രാജ്യങ്ങളിലൊക്കെ ഒരു ടോണിക്കായിട്ടും പിന്നെ ഈ മൃഗങ്ങളിലൊക്കെ വ്രണങ്ങൾ അങ്ങനെയുള്ള ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പം എല്ലാവരും കഴിക്കുന്ന ഒരു ഇതായതുകൊണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ നമ്മുടെ ഈ മുളകിനകത്തെ ഇതൊക്കെ പോലെ തോന്നുന്നില്ല, അരിയൊക്കെ പോലെ ആ എക്സാക്റ്റ് അങ്ങനത്തെ ആ കുഞ്ഞ് അരികൾ പോലെ കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി, ആ ഹമാമയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ശരിക്കും വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കുറച്ച് കപ്പളങ്ങ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്നാണ് പറയുന്നത്, പപ്പായ പറിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹമാമ ഫുള്ള് പപ്പായ തോട്ടമാണ് കേട്ടോ. അതായത് പപ്പായ ഇഷ്ടം പോലെ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ കയറി നോക്കുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ശരിക്കും സങ്കടം തോന്നാറുണ്ട്. കാരണം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെ ഓരോന്ന് നിർമ്മിച്ച് ഇത്രമാത്രം വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ അതിപ്പം ഒരു യുദ്ധം വന്നതോടെ എത്രയോ പേരുടെ ഒരു അധ്വാനം ആണ് ഇപ്പം ഇല്ലാണ്ടായി പോയത്. അധ്വാനം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ ഈ ഒരു ഏണിങ്സ് ഇതിൽ നിന്നില്ലാതാവുകയാണ് ചെയ്തേക്കുന്നത്. വെറുതെ നശിച്ചു പോകുന്നതല്ലാണ്ട് ഇപ്പോൾ പണിക്കാരുടെ എണ്ണം കുറയുന്നു, അതിനനുസരിച്ച് അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കപ്പളങ്ങാത്തോട്ടം, പപ്പായ. നോക്കിക്കേ, നല്ല അത്യാവശ്യം പൊക്കമുണ്ട്, വലിപ്പമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഇതിൻ്റെ ഇത് ഇതുണ്ടോ നോക്കിക്കേ, നല്ല ചെറുതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് തീരെ ചെറിയ കുഞ്ഞി ഇതാണ്, അതായത് വലിപ്പം കുറഞ്ഞതാണ്. ഒരുപാട് വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനെയുള്ള ഇതാണ്. നല്ല പഴുത്തതിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഞാനിത് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. നോക്കിയാൽ അത് കാണുമ്പോൾ അറിയാം എന്ത് വലിപ്പം ഉണ്ടെന്ന്. നമ്മുടെ ഒരു കൈക്കകത്ത് ഒതുങ്ങുന്ന അത്രയും വലിപ്പമേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാതെ ഉണ്ടോ, ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതലും തായ്ലൻഡുകാരാണ് കേട്ടോ ഏറ്റവും കൂടുതലും ഇവിടുന്ന് പപ്പായ പറിച്ചുകൊണ്ട് പോകുന്നത്. അവരുടെ മെയിൻ ഡിഷസിലൊന്നാണ് ഈ പപ്പായ കൊണ്ടുള്ളൊരു സലാഡ്. ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു സലാഡാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് തായ്ലൻഡുകാർ പറിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളും ഇത് കഴിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമുക്കും തരും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നെന്തായാലും നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാമെന്ന് ഓർത്തിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ എൻഡിൽ വരെ പോയിട്ട് അപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ചുകൂടി മുമ്പോട്ട് ഇങ്ങനെ നടന്നു നോക്കുവാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ ഈ തായ്ലൻഡുകാർ പിന്നെ കെട്ടുകണക്കിനാണ് പറിച്ചുകൊണ്ട് വരുന്നത്. അവർക്കൊരു ഇതുപോലും എന്താ പറയുക, ഒരു കുറച്ച് കാര്യങ്ങൾ അവിടെ നിർത്തുമൊന്നുമില്ല, എല്ലാം അപ്പാടെ പറിച്ചെടുത്തുകൊണ്ട് വരും. ഒരു സാധനം വളരാൻ അനുവദിക്കുകയില്ല അവർ. എത്ര പിഞ്ചാണെങ്കിലും പൊട്ടാണെങ്കിലും അവർ കഴിച്ചോളും. ഇതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പളങ്ങ പറിച്ചെടുത്ത് അത് തിന്നു നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് ഞങ്ങൾ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ടേസ്റ്റ് ഒക്കെ. നമ്മൾ പഴുത്തത് ആരും ഇവിടെ പറിക്കാറില്ല, എല്ലാവരും പച്ചയാണ് പറിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പഴുത്തത് കിട്ടിയപ്പോൾ ഞങ്ങൾ നമുക്ക് ഒറ്റ കുരു പോലും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒത്തിരി ഹമാമകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഓരോ ഹമാമയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ലൊക്വാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണ് കേട്ടോ.
ഓറഞ്ച് കളറുള്ള ഇങ്ങനെ പഴങ്ങളുണ്ടാവും. ഇത് മെയിനായിട്ടും ഒരു കുറ്റിച്ചെടിയാണ്. കുറ്റിച്ചെടിയായിട്ട് മെയിനായിട്ട് ഇത് ഇതായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അലങ്കാര വൃക്ഷമായിട്ട് സെയിൽ നടത്താറുള്ളൊരു വൃക്ഷമാണിത്. പക്ഷേ ഇതിൻ്റെ പഴം നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ ഇത് കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ഉറപ്പായിട്ടും ഇത് പഴുക്കുന്നത് നോക്കിയിരിക്കും. എന്നാ കാ വരുന്നതെന്നൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇതുവരെ ആയിട്ടില്ല. അപ്പം ആകുമ്പോഴത്തേക്കും നമ്മൾ കാണിച്ചു തരും, ഉറപ്പായിട്ടും കാണിച്ചു തരും. ചൈനീസ് പ്ലം എന്നൊക്കെയാണ് ഇതിന് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട അതിൻ്റെ സൈഡിൽ കൂടെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി നമ്മൾ ഈ കാവൊക്കെ പോലത്തെ ഇതില്ലേ, നാഗക്കാവ് അങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരുപാട്. പിന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ തോന്നുന്നു കേട്ടോ. നല്ല തണുത്ത് നല്ല അന്തരീക്ഷം, നല്ല എന്ന് വെച്ചാൽ നല്ല അത്രയ്ക്ക് പിന്നെ ഒരു ഇരുട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിനകത്ത് അത്രയും മനസ്സിലാവത്തില്ല എന്നെങ്കിലും ഒരു ഇരുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമാണ്. പിന്നെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. കാരണം ഉപയോഗിക്കാതെ കിടക്കുന്നതാണ്. ഒരു പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് കേട്ടോ. നമ്മളതുകൊണ്ട് നല്ലപോലെ സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് പോകുന്നത്, എല്ലാം ശ്രദ്ധിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടോ ചെറികളുടെയൊക്കെ ഒരു കൂമ്പാരത്തിലോട്ടാണ് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എന്തോ ബെറി ഇനത്തിൽപ്പെട്ട സാധനമാണ്. എന്ത് ബെറി ആണെന്നൊന്നും എനിക്കറിയില്ല, അതിൻ്റെ ഡീറ്റെയിൽസും എനിക്കറിയില്ല. അപ്പോൾ നമ്മളിത് ചെറുത്തോട്ടത്തിലെത്തി. ഇതൊന്നും ഉപയോഗിക്കുന്നുമില്ല, ആൾക്കാരും ഇങ്ങോട്ടേക്കൊന്നും വരുന്നുമില്ല, ആർക്കും അറിയത്തുമില്ല, ഒന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ചെറിയ നല്ല മധുരം, നല്ല ടേസ്റ്റ്. ഒരു അസൽ നമ്മൾ പച്ചച്ചെറി അങ്ങനെ കഴിക്കുന്നു അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നോക്കിക്കേ, അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഇത് ആരും ഉപയോഗിക്കുന്നില്ല, കറക്റ്റ് വളം കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് അവിടെ കിടന്ന് സാധാരണ പോലെ ഒരു ശ്രദ്ധ കിട്ടാതെ വളർന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന സംഭവങ്ങളാണിതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവർക്ക് ഡെവലപ്പാക്കി എടുക്കുവാണെങ്കിൽ അതുപോലെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഇതാണ്. അപ്പോൾ പിന്നെ ചെറി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അത്യാവശ്യം കിട്ടുന്ന നല്ലത് നോക്കി ഞാൻ പറിച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ കൂടെ പണിയെടുക്കുന്നവരുണ്ടല്ലോ, അതായത് പണിയെടുക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളീസ് വേറെ കുറച്ച് പേരുണ്ട്. അപ്പം അവരാരും ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കും കൊണ്ട് കൊടുത്ത് നമുക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ കിട്ടിയതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. അത്യാവശ്യം ഒത്തിരിയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി അതിൻ്റെ പുറത്തോട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ബെറി ഐറ്റംസാണ്. ബെറികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ, നമ്മുടെ ബ്ലൂബെറി അങ്ങനത്തേൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബെറി ഇനത്തിൽപ്പെട്ട ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ടില്ലേ, വെറുതെ ഇട്ടേക്കുവാണ്. ഇതൊക്കെ ഒന്ന് കൃഷി ചെയ്ത് സെറ്റാക്കി എടുക്കുവാണെങ്കിൽ എത്ര പേർക്കുള്ള പണി ഉണ്ടാവും, എത്ര പേർക്ക്. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിൽ തന്നെ നമുക്ക് പണി കുറവാണ്, സീസൺ ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇതൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ജോലി, നമുക്ക് നിന്ന് തിരിയാൻ ടൈമില്ലാത്ത പോലെ തന്നെ നമുക്ക് ജോലി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടാണ്. ഇത് നേരത്തെ എനിക്ക് തോന്നുന്നു നേരത്തെ ഇവിടെ ഇതിൻ്റെയൊക്കെ കൃഷി ഉണ്ടായിരുന്നതാണ്. ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും യുദ്ധം വന്ന സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ ഒക്കെ കാരണം കൊണ്ട് ഇതിപ്പോഴും അത് ശരിയാക്കാണ്ട് നന്നാക്കാണ്ട് ഇട്ടേക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഉള്ളിൽ കയറിപ്പോയി നോക്കുവാണ്, എന്തെങ്കിലും പഴം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഉള്ളിൽ കയറിപ്പോയി നോക്കി. പക്ഷേ പഴങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പക്ഷേ പൂവിട്ട് നിൽപ്പുണ്ട്, ഒന്നും ആയിട്ടില്ല. ഒന്നും ആയി വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു തണുപ്പൊക്കെ തുടങ്ങി നല്ലൊരു ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. അതുണ്ടെങ്കിൽ അത് നശിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ എക്സാക്റ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊക്കെ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത് എങ്ങനെയായിരിക്കും, കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് തിരിച്ച് പോരുവാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് ഓരോരോ ഇങ്ങനെ പല ഹമാമ കയറി ഒത്തിരി ഉണ്ട്, ഒരുപാടുണ്ട്. അവിടെ തന്നെ ഒരു 10-20 എണ്ണം ഉണ്ട്. 10-20 അല്ല, അതിൽ കൂടുതലുണ്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്നത്. ഇത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരും കേട്ടോ. ഇതൊരു മൾബറിയുടെ ഒരു കാറ്റഗറി പെടുന്ന എന്തോ സാധനമാണ്. എനിക്ക് എക്സാക്റ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല. അറിയില്ലാത്ത കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ നോക്കുന്നു, നമുക്കറിയില്ലാത്ത കാര്യം അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു, എന്നിട്ട് പറയുന്നു. അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ ഇപ്പോൾ നമുക്ക് എന്തോ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പോൾ ഞങ്ങളിത് കുറേ നടന്നൊക്കെ നോക്കി കേട്ടോ.
നടന്ന് മടുക്കും സത്യം പറഞ്ഞാൽ. പിന്നെ ശ്രദ്ധിച്ച് നടക്കണം, എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിടും. കാരണം ഇവിടുത്തെ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നമ്മൾ തീരും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു ഇങ്ങേയറ്റത്ത് വേറൊരെണ്ണം കണ്ടെത്തി കേട്ടോ. അതായത് നമ്മുടെ പപ്പായയുടെ ഇപ്പുറത്ത് തന്നെ വേറൊരു ഇത് കണ്ടു. ഇത് മറ്റേ നമ്മുടെ ബ്ലൂബെറിയൊക്കെ കേട്ടോ, ബ്ലൂബെറിയുടെയൊക്കെ തോട്ടം. പക്ഷേ ഇത് കായും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എല്ലാം നശിച്ച് ഭയങ്കര മുള്ളാണ്. മുള്ള് കൊണ്ട് കഴിഞ്ഞാൽ തീരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നോക്കി എന്തെങ്കിലും സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ നമ്മൾ ഇതെന്താ സംഭവം നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ പതുക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നിട്ട്, ഇത് നമ്മുടെ കൃഷിയാണ് കേട്ടോ, നമ്മൾ പതുക്കെ ഓരോന്നൊക്കെ നട്ട് വെച്ചേക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, പാവൽ, മുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മുടെ മുളക്. പക്ഷേ വലിയ എരിവില്ല ഇതിനകത്ത്. ഇത് എരിവുള്ള മുളകാണ്, എന്ന് വെച്ചാൽ ഒരുപാട് എരിവൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ഒരു എരിവുണ്ട്. ഇതാണ്ടോ ഉലുവയൊക്കെ നട്ട് വെച്ചേക്കുന്നത്. ഞങ്ങളിങ്ങനെ ഓരോ നട്ടൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ കുത്തി എല്ലാം വെച്ചേക്കുക. ഇത് സെറ്റായി കഴിയുമ്പോഴത്തേക്കും വേണം എടുത്ത് പുറത്ത് കൊണ്ട് നട്ടിട്ട് റെഡിയാക്കാനായിട്ട്. എത്രത്തോളം വളരുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഷിൻഡു അവിടുന്ന് ഞങ്ങളിപ്പോൾ പോയില്ലേ ജാപ്പനീസ് സ്പെസിമെൻ, ആ പഴത്തിൻ്റെ ഇത് കണ്ടിട്ട് അവൻ ആ തണ്ട് ഒടിച്ചുകൊണ്ടൊന്നു വളരുമെന്നൊന്നും നമുക്കറിയത്തില്ല. വളർന്നാൽ വളരട്ടെ എന്ന് വിചാരിച്ച് ഇതാക്കി. അപ്പോൾ ഈ വൈറ്റ് ഇത് കണ്ടോ, അത് ഹോർമോണാണ്. ആ ഹോർമോൺ മുക്കി നമ്മുടെ ഈ ഇതിലേക്ക് വെക്കുന്നു. ഇത് മറ്റേ ഈ ചകിരിയും അതെല്ലാം കൂടെ കൂടിയ മണ്ണാണ് കേട്ടോ, സോയിലാണ്. അതിലേക്ക് കുത്തിയിറക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാവുമെന്ന് കണ്ടറിയാം. വളരുമോ വളരില്ലയോ എന്നറിയത്തില്ല. ചിലപ്പം വളരാൻ ചാൻസ് കുറവായിരിക്കും. കാരണം അത് ചിലപ്പോൾ അതിൻ്റെ സീഡ് എന്തെങ്കിലും ആണോ, ഇത് വേറെ എങ്ങനെയും രീതിയിലാണോ ഗ്രോ ചെയ്യിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ വളർന്നാൽ വളരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ 2-3 ചട്ടിയൊക്കെ എടുത്ത് മണ്ണൊക്കെ നിറച്ച് ഇത് നട്ട് വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. മാക്സിമം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാറ്റർഡേയിൽ നമുക്ക് കിട്ടുമ്പോൾ, ഇവിടെ ശനിയാഴ്ചയാണ് അവധി, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമുക്ക് അധികം റെയറായിട്ട് കിട്ടുന്നതാണ് പല കാര്യങ്ങളും. മറ്റേ നമ്മുടെ വള്ളിപ്പയർ, അങ്ങനെ നമ്മുടെ അച്ചിങ്ങാപ്പയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെയറായിട്ട് കിട്ടും. അപ്പോൾ കിട്ടുന്ന സാധനം നമ്മൾ മാക്സിമം നമ്മൾ കുഴിച്ച് വെച്ച് കിട്ടുമോ റെഡിയാവുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ, സീ യു ലേറ്റർ.